നമ്മൾ പറയുന്നുണ്ട്. ദിലീപേട്ട ഇപ്പം പഴയ ദിലീപേട്ട ചിത്രങ്ങൾ, കോമഡി ചിത്രങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റ് കഥാപാത്രങ്ങൾ, കോമഡി കഥാപാത്രങ്ങളിൽ തന്നെ ചെയ്യുന്ന മറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ കൊച്ചിയപ്പ അല്ലെങ്കിൽ ജയചേട്ടനാണെങ്കിലും ഇപ്പൊ അങ്ങനെ സലീമേട്ട, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എംപ്റ്റി ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മൾ വിട്ടു പോയി കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങനെയുള്ളൊരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു, തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു. ഇപ്പൊ തിരക്കഥകൾ വരുമ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ടോ, അതോ അല്ലെങ്കിൽ അതില്ല? ഇപ്പൊ കൂടുതൽ ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല പറയുന്നത്. പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത്, നമ്മുടെ അടുത്ത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത്, ഒരു കഥാകൃത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെ എടുത്തു വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളുള്ളൂ അങ്ങനെ പറയുന്നത്. ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കഥ പറയുന്നത്. ദിലീപേട്ടൻ ഈസ് ഈക്വൽ ടു എന്റർടൈൻമെന്റ് ഒരു ഫോർമുലയുണ്ട്. നോർമൽ മലയാളി പ്രേക്ഷകർ പറയുമ്പോൾ അങ്ങനെ ഒരു ഇതാണ്. ഇപ്പൊ അതൊരു എന്താ പറയുക, ഒരു ഭാരമായിട്ട് തോന്നും. കാരണം ഒരു ആക്ടറെ സംബന്ധിച്ച് എല്ലാ കഥാപാത്രങ്ങളും എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ദിലീപേട്ടൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കഥാപാത്രങ്ങൾ നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും നമ്മൾ ഏത് തരത്തിലെ കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല, അതിനകത്ത് സരസ്വത ഉണ്ടാവും. അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവ. കാരണം സ്പിരിറ്റ് മാഫിയയിൽ ഞാനിത് 2006 ആണ്, 2006 തോന്നുന്നു അല്ലേ, റൺവേ 4 6 എന്തോ ആണ്. അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ്. പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. അതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത്. പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാം. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ പല വഴിക്കുമൊക്കെ പോയി നോക്കും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോണ്ടാവുന്ന വിഷയങ്ങൾ. അതിൽ ചിലത് ആൾക്കാർക്ക് ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല. ആക്ടറാണ്, നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അല്ല, കാരണം കഴിഞ്ഞ ഇടയിൽ താങ്കൾ ഇറങ്ങിയ സീരിയസ് ആയിട്ട് ചെയ്ത റോഡുകളൊക്കെ പലപ്പോഴും പ്രേക്ഷകർ പറഞ്ഞ ദിലീപേട്ടനാണെങ്കിൽ എന്റർടൈൻമെന്റ് ആയിരിക്കും നല്ലത്. നമ്മൾ കരയുന്നത് കാണാൻ ഇഷ്ടമല്ല. നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടു എന്ന് ചോദിച്ചു. അത് ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു വിളിച്ചു, നിങ്ങൾ അങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ്. നമ്മളെപ്പോഴും പ്ലസന്റ് ആയിരിക്കണം. എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്രയും നാളും ദിലീപിന്റെ ആക്ടർ കൊമേഡിയൻ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മാത്രം തീർത്താണ് കമാലിസം പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ദിലീപിന്റെ പ്രേക്ഷകർ. അപ്പൊ അത് ആ പെർഫോമൻസിന് ദിലീപിന്റെ ഉദ്ദേശിച്ച രീതിയിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തതായിട്ട് തോന്നുന്നു ആ ഒരു സിനിമയില്. അല്ല, നമ്മളൊരു ജോണിക്ക് ബേസ് ജോണി ഭയങ്കര വിളിയോട് കൂടി ആൾക്കാർ കോൺഷിറ്റ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനോട് 100% നീതി പുലർത്തുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത്, അത് ഗംഭീരമായ സന്തോഷം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി. അത് മാത്രമല്ല, അത് OTT-യിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ചു പറയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ പഴയ സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അത് ഏതൊരു ആക്ടർക്കും അതെ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല. ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ്.